വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയാമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 6-ാമത്തെ അധ്യായം. ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തനാക്കുന്നു. ശ്ലോകം 34 മുതൽ 38 വരെ വായിക്കാം. സനന്ദനാദ്യേർമഹാസിദ്ധേ ശാന്തേ സംശാന്ത വിഗ്രഹം ഉപാസ്യമാനം സഖ്യാ ച ഭർത്രാഗുഹ്യകരക്ഷസാം. വിദ്യാതപോ യോഗപദം ആസ്ഥിതം തമധീശ്വരം ചരന്തം വിശ്വസുഹൃദം വാത്സല്യാലോകമംഗളം. ലിംഗം ച താപസാഭീഷ്ടം ഭസ്മദണ്ഡജടാചിനം അംഗേന സന്ധ്യാബ്രരുച ചന്ദ്രലേഖാം ച ബിഭ്രതം. ഉപവിഷ്ടം ദർഭമയ്യാം ഭൃത്യാം ബ്രഹ്മ സനാതനം നാരദായ പ്രവോചന്തം പൃച്ഛതേ ശൃണ്വതാം സതാം. കൃത്വാരോ ദക്ഷിണേ സവ്യം പാദപദ്മം ച ജാനുനി ബാഹും പ്രകോഷ്ഠേ അക്ഷമാല ആസീനം തർക്കമുദ്രയാ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4:1 അധ്യായം 6 ശ്ലോകം 34. സനന്ദനാഥൈർമ്യഹാസിദ്ധൈ ശാന്തൈ സംശാന്ത വിഗ്രഹം ഉപാസ്യമാനം സഖ്യാ ച ഭർത്രാഗുഹ്യകരക്ഷസാം. വിവർത്തനം. മഹാദേവൻ ഗുഹ്യകന്മാരുടെയും രാക്ഷകന്മാരുടെയും യജമാനനായ കുബേരനെ പോലുള്ള മുക്താത്മാക്കളായ വിശുദ്ധ വ്യക്തികളാൽ ചുറ്റപ്പെട്ട് അവിടെയിരുന്നു. ശ്ലോകം 35. വിദ്യാതപോ യോഗപദമാസ്ഥിതം തമദീശ്വരം ചരന്തം വിശ്വസുഹൃതം വാത്സല്യാലോകമംഗളം. മഹാദേവൻ ഇന്ദ്രിയങ്ങളുടെയും ജ്ഞാനത്തിന്റെയും ഫലകാംക്ഷ കർമ്മങ്ങളുടെയും പൂർണ്ണതയിലേക്കുള്ള പാതയുടെയും പരിപൂർണതയിൽ സ്ഥിതി ചെയ്യുന്നത് ദേവന്മാർ ദർശിച്ചു. സകല ലോകത്തിന്റെയും മിത്രവും സകലരോടും നിറഞ്ഞ വാത്സല്യമുള്ളവനുമായ അദ്ദേഹം സർവ മംഗളകാരണനാണ്. ശ്ലോകം 36. ലിംഗം ചാതാപസാഭീഷ്ടം ഭസ്മദണ്ഡജടാജിനം അംഗേന സന്ധ്യാബ്രരുച ചന്ദ്രലേഖാം ച ബിഭ്രതം. അദ്ദേഹം ഒരു മാൻതോലിൽ ഇരുന്ന് എല്ലാ തപസ്സുകളും അനുഷ്ഠിക്കുന്നു. ശരീരം ആസകലം ഭസ്മം പൂശിയിരുന്നതിനാൽ അദ്ദേഹം ഒരു സായാഹ്ന മേഘം പോലെ കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുടിയിൽ പ്രതീകാത്മക പ്രാതിനിധ്യമായി അർദ്ധചന്ദ്രകലയുടെ അടയാളമുണ്ട്. ശ്ലോകം 37. ഉപവിഷ്ടം ബർഭമയ്യാം ഭൃസ്യാം ബ്രഹ്മസനാതനം നാരദായ പ്രവോചന്തം പൃച്ഛതേ ശൃണ്വതാം സദാം. വിവർത്തനം. ഒരു പുൽമെത്തയിൽ ഉപവിഷ്ടനായിരുന്ന അദ്ദേഹം ആത്യന്തിക സത്യത്തെക്കുറിച്ച് താൻ പ്രത്യേകമായി സംസാരിക്കാറുള്ള മഹാമുനി നാരദൻ ഉൾപ്പെടെ അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരുന്നു.
ശ്ലോകം 38. കൃത്തോരൗ ദക്ഷിണേ സവ്യം പാദപത്മം ച ജാനുനി ബാഹും പ്രകോഷ്ഠേള അക്ഷമാല ആസീനം തർക്കമുദ്രയാ. വിവർത്തനം. അദ്ദേഹം തന്റെ ഇടതുകാൽ വലതു തുടയിന്മേലും ഇടതുകരം ഇടതു തുടയിന്മേലും വെച്ചിരുന്നു. വലതുകരത്തിൽ രുദ്രാക്ഷമാല പിടിച്ചിരുന്നു. ആ ഇരിപ്പ് വീരാസനമെന്ന് വിളിക്കപ്പെടുന്നു. വീരാസനത്തിൽ ഉപവിഷ്ടനായിരുന്ന അദ്ദേഹത്തിന്റെ വിരലുകൾ വാദപ്രതിവാദത്തിന്റെ മുദ്രകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു യമുനമാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ ബ്രഹ്മാവിന്റെ നേതൃത്വത്തിലുള്ള ദേവന്മാർ കൈലാസത്തിലെ വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും താമര പൂക്കൾ നിറഞ്ഞ തടാകങ്ങളെയും ഒക്കെ പിന്നിട്ട് യക്ഷരാജാവായിട്ടുള്ള കുബേരന്റെ സാമ്രാജ്യത്തെയും പിന്നിട്ടതിന് ശേഷം നന്ദ, അളകനന്ദ തുടങ്ങിയ നദികളൊക്കെ കണ്ടു. അതിനുശേഷം അവസാനം അവർ കൈലാസത്തിൽ മഹാദേവൻ ഉപവിഷ്ടനായിരിക്കുന്ന വലിയൊരു വടവൃക്ഷം ദൂരെ നിന്നും തന്നെ ദേവന്മാർ നോക്കിക്കണ്ടു എന്നാണ് പറയുന്നത്. ആ വടവൃക്ഷത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഭൂമിയിൽ കാണുന്നത് പോലെയല്ല. കൈലാസത്തിൽ മഹാദേവൻ ഇരിക്കുന്ന ആ വടവൃക്ഷം 800 മൈൽ ഉയരമുള്ളതും 600 മൈൽ ചുറ്റളവുള്ളതും ആണ്. ഒരു സാധാരണ വൃക്ഷമായിരുന്നില്ല, ഭൂമിയിൽ കാണുന്ന തരത്തിലുള്ള വൃക്ഷമായിരുന്നില്ല എന്ന് പറയും. അപ്പൊ മഹാദേവൻ ഇരിക്കുന്നത് ഈ ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടിലാണ്. അല്ലെ, നമ്മൾ സാധാരണ സീരിയലിൽ കാണുന്നത് പോലെ മഞ്ഞിലല്ല ഇരിക്കുന്നത്. ഈ വടവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് മഹാദേവൻ ഇരിക്കുന്നതായിട്ട് പറയുന്നത്. ആ വടവൃക്ഷത്തിന്റെ പ്രത്യേകതയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ വൃക്ഷമാണെങ്കിലും അതിൽ പക്ഷികളൊന്നുമില്ല. സാധാരണഗതിയിൽ ഇത്രയും വലിയ ഒരു ആൽവൃക്ഷം ഉണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് ധാരാളം പക്ഷികൾ അവിടെ വന്ന് കൂടുകൂട്ടുകയും വലിയ ശബ്ദകോലാഹലം ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ഈ വടവൃക്ഷത്തിന്റെ ഉദ്ദേശം യോഗിമാർക്ക് യോഗ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതായതുകൊണ്ട് ആ വൃക്ഷത്തിൽ യാതൊരു പക്ഷികളുമില്ല. നിർണീതം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷികളൊന്നും കൂടുകൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ യാതൊരു ശബ്ദകോലാഹലവുമില്ല. ശാന്തമായിരുന്ന് ധ്യാനിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. സ്ഥിരമായിട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ, ആ വലിയ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ തണുപ്പുള്ള തണലുണ്ടായിരുന്നു. ഉഷ്ണം അവിടെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ മഹാദേവൻ ശാന്തഗംഭീരനായിട്ട് ഇരിക്കുന്നത് ദൂരത്തു നിന്നും ദേവന്മാർ കണ്ടു. സതീദേവിയുടെ വിയോഗത്തിൽ നേരത്തെ ദുഃഖിതനും ക്ഷുഭിതനും ആയിരുന്നെങ്കിലും ഇപ്പോൾ ദേവന്മാർ കാണുന്ന സമയത്ത് മഹാദേവൻ വളരെ ശാന്തഗംഭീരനായിട്ടാണ് ഉണ്ടായിരുന്നത്. മഹാദേവന്റെ ചുറ്റും മുക്താത്മാക്കളായിട്ടുള്ള യോഗിമാരും മോക്ഷം കാക്ഷിക്കുന്ന താപസന്മാരും എല്ലാവരും ഇരുന്നു അവർ മഹാദേവനെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ആ മഹാദേവനെ അടുത്ത് കണ്ട സമയത്ത് ദേവന്മാർ മഹാദേവന്റെ പ്രത്യേക ലക്ഷണങ്ങളെല്ലാം കണ്ടു. ആരെല്ലാമായിരുന്നു മഹാദേവന്റെ ചുറ്റും ഉണ്ടായിരുന്ന യോഗിമാർ എന്നെല്ലാം അവർക്ക് മനസ്സിലായി. ആ കാര്യങ്ങളാണ് ഇവിടെ വിശദമാക്കുന്നത്. 34-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സനന്ദനാദ്യൈർ മഹാസിദ്ധൈർ ശാന്തൈ സംശാന്ത വിഗ്രഹം ഉപാസ്യമാനം സഖ്യാച ഭർത്തൃഗുഹ്യക രക്ഷകാം. മഹാദേവന്റെ ചുറ്റും ഇരുന്നിരുന്ന മഹായോഗികളെ കുറിച്ചാണ് പറയുന്നത്. സനന്ദനാദ്യൈർ മഹാസിദ്ധൈ, സനന്ദനാദികളായിട്ടുള്ള മഹാസിദ്ധന്മാർ. ബ്രഹ്മാവിന്റെ ആദ്യത്തെ മക്കളാണ് സനകൻ, സനാതനൻ, സനന്ദനൻ, സനത്കുമാരൻ എന്ന് പറഞ്ഞിട്ടുള്ള 4 കുമാരന്മാർ. അവർ ജ്ഞാനത്തിന്റെ മൂർത്തികളാണ്.
ബ്രഹ്മാവ് ആദ്യം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് സനത്കുമാരന്മാരെയാണ്. ഈ ലോകത്തിനെ പ്രജകളെ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ളതാണ് കുമാരന്മാരെ. പക്ഷെ അവർ മുക്താത്മാക്കളായതുകൊണ്ട് പ്രജാസൃഷ്ടിക്ക് വേണ്ടി അവർ മുതിർന്നില്ല. അവർ തപസ്സിനു വേണ്ടിയും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ആർജിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സമയം ചെലവഴിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള മഹായോഗികളായിട്ടുള്ള കുമാരന്മാരെ ദേവന്മാർ ഇവിടെ കണ്ടു എന്നാണ് പറയുന്നത്. സനന്ദനന്റെ നേതൃത്വത്തിലുള്ള സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ, സനകൻ എന്നീ 4 കുമാരന്മാരെ മഹാദേവന്റെ സന്നിധിയിൽ ദേവന്മാർ ദർശിച്ചു എന്നാണ് പറയുന്നത്. ശാന്തേ സംശാന്ത വിഗ്രഹം, മഹാദേവൻ ഇരുന്നിരുന്നത് വളരെ ശാന്ത ഗംഭീരനായിട്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ ആപത്തുകളൊക്കെ സ്വന്തം പത്നി, അതിവ്രതയായിട്ടുള്ള സുശീലയായിട്ടുള്ള പത്നി ദേഹവിയോഗം നടന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം അതിനാൽ ബാധിക്കപ്പെടാതെ ശാന്തനായിട്ടിരുന്ന് ധ്യാനിക്കുകയായിരുന്നു. ആ ധ്യാനിക്കുന്ന രൂപത്തിലുള്ള മഹാദേവനെയാണ് ദേവന്മാർ ആ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ കണ്ടത് എന്ന് പറയുന്നു. മഹാദേവന്റെ ചുറ്റും ഇരുന്നിരുന്ന മറ്റു വ്യക്തികളെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. ഉപാസ്യമാനം സഖ്യാച ഭർത്ര ഗുഹ്യകരക്ഷക, ഗുഹ്യകന്മാര്, മറ്റ് രാക്ഷസന്മാര്, അതേപോലെ സഖ്യ, ദേവന്മാരുടെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനായിട്ടുള്ള കുബേരനും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വ്യത്യസ്ത നിലവാരത്തിലുള്ള വ്യക്തികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മഹാദേവൻ എല്ലാവർക്കും സംരക്ഷണം നൽകുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് മഹാദേവനെ ശിവൻ എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും മംഗളം പ്രദാനം ചെയ്യുന്ന വ്യക്തിയാണ് മഹാദേവൻ. എല്ലാവരെയും മഹാദേവൻ സ്വീകരിക്കുന്നുണ്ട്. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെ, മഹാഭക്തന്മാരായിട്ടുള്ള കുമാരന്മാര്, അതേപോലെ സമ്പത്തിന്റെ അധിപനായിട്ടുള്ള കുബേരൻ. അപ്പം ഒന്ന് ആത്മീയമായിട്ടുള്ള ശക്തിയാണ്, ഒന്ന് ഭൗതികമായിട്ടുള്ള ശക്തിയാണ്. രണ്ടുപേരെയും ഒരേപോലെ മഹാദേവൻ സ്വീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഗുഹ്യകന്മാര്, രാക്ഷസന്മാര്, അവരൊക്കെ തമോ ഗുണത്തിലുള്ള വ്യക്തികളാണ്, ആത്മീയമായിട്ട് ഉയർച്ചയില്ലാത്ത വ്യക്തികളാണ്. അവരെയും മഹാദേവൻ ആത്മീയ ഉയർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ആത്മാക്കളെ, വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളെ മഹാദേവന്റെ ചുറ്റും ദേവന്മാരും ബ്രഹ്മാവും ദർശിച്ചു എന്നാണ് പറയുന്നത്. വിദ്യാതപോ യോഗപദം ആസ്ഥിതം തമധീശ്വരം ചരന്തം വിശ്വസുഹൃതം വാത്സല്യാലോകമംഗളം. മഹാദേവന്റെ പ്രത്യേക സ്വഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ച് പറയുന്നു. വിദ്യാതപോ യോഗപദം ആസ്ഥിതം തമധീശ്വരം. മഹാദേവൻ വിദ്യയുടെയും, അതായത് ജ്ഞാനത്തിന്റെയും തപസ്സിന്റെയും യോഗയുടെയും യോഗപദ്ധതിയുടെയും അധിപനാണ്. തമധീശ്വരം എന്ന് പറയും, അധിപനാണ് എന്ന് പറയും. ഈ എല്ലാ കാര്യങ്ങളും ഭഗവാനെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നും ശ്രീല പ്രഭാതർ ഭാവാർത്ഥത്തിൽ പറയുന്നത്. വിദ്യ, ജ്ഞാനമാണെങ്കിലും തപസ്സാണെങ്കിലും യോഗ പദ്ധതിയാണെങ്കിലും എല്ലാ യോഗ പദ്ധതികളും ഭഗവാൻ വാസുദേവനെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. വാസുദേവ പരായോഗ, എല്ലാ യോഗ പദ്ധതികളും എല്ലാ തപസ്സും വാസുദേവ പരന്തപ, എല്ലാ ജ്ഞാനവും വാസുദേവ പരജ്ഞാനാണ്. ജ്ഞാനവും തപസ്സും യോഗവും എല്ലാം ഭഗവാൻ വാസുദേവനെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മഹാദേവൻ തപസ്സും ജ്ഞാനവും യോഗവും എല്ലാം ഭഗവാൻ വാസുദേവനെ അറിയുന്നതിന് വേണ്ടി ഉപയോഗിച്ച് അതിന്റെ അധിപതിയായിട്ടിരിക്കുന്ന, അതിൽ വിജയിച്ച, അതിൽ പൂർണ്ണത നേടിയ വ്യക്തിയാണ് മഹാദേവൻ എന്ന് പറയും. സമധീശ്വരം ചരന്തം വിശ്വസുഹൃതം. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിന്റെ ഭാവം എന്താണ്? അദ്ദേഹം എല്ലാവരുടെയും സുഹൃത്താണ് എന്ന് പറയുന്നത്. ചരന്തം വിശ്വസുഹൃതം. എങ്ങനെയാണ് എല്ലാവരുടെയും സുഹൃത്താകുന്നത്? എല്ലാവരെയും ഭഗവാനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിലൂടെയാണ് എല്ലാവരുടെയും സുഹൃത്താകുന്നത്. മഹാദേവന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ആത്മീയ പാതയിലേക്ക് വരാൻ സാധ്യതയില്ലാത്തവരെ പോലും ആത്മീയ പാതയിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയാണ് മഹാദേവൻ ചെയ്യുന്നത്. മഹാദേവന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ, മഹാദേവന്റെ രൂപത്തിലൂടെ എല്ലാം മഹാദേവൻ എല്ലാവരെയും ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. തമഗുണത്തിലുള്ളവരെ പോലും ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ മഹാദേവൻ
വിശ്വസുഹൃത്താണെന്ന് പറയുന്നു. ചരന്തം വിശ്വസുഹൃതം വാത്സല്യ ലോകമംഗളം. അദ്ദേഹത്തിന്റെ ഭക്തന്മാരോട്, എല്ലാ ജീവാത്മാക്കളോടും വലിയ വാത്സല്യമുണ്ട്. അവർക്ക് പെട്ടെന്ന് അനുഗ്രഹം നൽകുന്ന വ്യക്തിയാണ് മഹാദേവൻ. അശുതോഷനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. വാത്സല്യ ലോകമംഗളം, ലോകത്തിന്റെ മംഗളത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് പറയും. ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ പറയുന്നുണ്ട്, ഏറ്റവും വലിയ വൈഷ്ണവനാണ് മഹാദേവൻ. വൈഷ്ണവാനാം യഥാശംഭു എന്ന ഭാഗവതത്തിലെ ശ്ലോകം ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട്. 24 മണിക്കൂറും ഭഗവാന്റെ സേവനം ചെയ്യുന്ന വ്യക്തിയാണ് മഹാദേവൻ. 24 മണിക്കൂറും എങ്ങനെ ഭഗവാന്റെ സേവനം ചെയ്യാം എന്ന് കാണിച്ചു തരുന്ന വ്യക്തിയാണ് മഹാദേവൻ എന്നിവിടെ പറയുന്നത്. പിന്നെ മഹാദേവന്റെ ലക്ഷണങ്ങൾ എങ്ങനെയായിരുന്നു, മഹാദേവന്റെ രൂപം ദേവന്മാർ ദർശിച്ചത് എന്ന് 36ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ലിംഗം ച താപസാഭീഷ്ടം ഭസ്മദണ്ഡ ജടാജിനം അംഗേന സന്ധ്യാഭ്രജു ച ചന്ദ്രലേഖാം ച ബിഭ്രതം. ലിംഗം ച താപസാഭീഷ്ടം ഭസ്മദണ്ഡ ജടാജിനം. താപസന്മാരുടെ വേഷത്തിലായിരുന്നു മഹാദേവൻ ഇരുന്നിരുന്നത്. ഒരു യഥാർത്ഥ വൈഷ്ണവ വേഷത്തിലായിരുന്നില്ല. തമോ ഗുണത്തിലുള്ള വ്യക്തികളെയും ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വേഷവിധാനമായിരുന്നു മഹാദേവൻ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഭസ്മദണ്ഡ ജടാജിനം, ശരീരം മുഴുവൻ ഭസ്മം പൂശിയിട്ടുണ്ടായിരുന്നു. വൈഷ്ണവർ യഥാർത്ഥത്തിൽ ഭസ്മം പൂശാറില്ല. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളെയും ആകർഷിക്കുന്നതിനായിട്ട് മഹാദേവൻ ശരീരമാസകലം ഭസ്മം പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഭസ്മദണ്ഡ ജടാജിനം, അദ്ദേഹത്തിന്റെ മുടി ജട പിടിച്ചിട്ടുണ്ടായിരുന്നു. വൈഷ്ണവർ അങ്ങനെ ജട പിടിപ്പിക്കാറില്ല. പക്ഷെ മഹാദേവൻ ആ ജട ചൂടിയിട്ടുണ്ടായിരുന്നു. ജടാജിനം, അദ്ദേഹം ഇരുന്നിരുന്നത് ഒരു മാൻതോലിന്റെ പുറത്താണ് എന്ന് പറയും. യോഗിമാരൊക്കെ ഇരിക്കുന്നത് മാൻതോലിന്റെ പുറത്താണ്. അപ്പൊ സിദ്ധന്മാരും യോഗിമാരും ഒക്കെ അങ്ങനെ പ്രത്യേക ആസനത്തിലാണ് ഇരിക്കുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് യോഗയ്ക്ക് വേണ്ടി ഇരിക്കേണ്ടത്. ശൈലാജിന കുശോത്തരം എന്ന് പറയും. ചേല, അജിനം, കുശം. ആദ്യം ദർഭപ്പുല്ല്, അതിന്റെ മുകളിൽ തുണി, അതിന്റെ മുകളിൽ മാൻതോല് വിരിച്ചതിന് ശേഷമാണ് ഇരിക്കുന്നത്. ശൈലാജിന കുശോത്തരം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് മഹാദേവനും ഇരുന്നത്. മാൻതോലിന്റെ മുകളിലാണ് മഹാദേവൻ ഇരുന്നത് എന്ന് പറയും. അദ്ദേഹത്തെ കാണാൻ സന്ധ്യാസമയത്തുള്ള മേഘത്തിനെ പോലെ ഉണ്ടായിരുന്നു. അല്ലെ, ഭസ്മം പൂശിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ ചാരനിറമായിരുന്നു. മേഘത്തിന് ചാരനിറമാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ നിറം ചുവന്ന നിറമാണ്. അപ്പോൾ സന്ധ്യാ നേരത്ത് ചാരനിറത്തിലുള്ള മേഘം സൂര്യന്റെ ചുവപ്പ് നിറം പ്രതിഫലിപ്പിക്കും. അതേപോലെ മഹാദേവന്റെ ശരീരം കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഭസ്മം കൊണ്ട് ചാരനിറമാണ്, പക്ഷെ മഹാദേവന് ചുവന്ന നിറവുമാണ്. അങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ മഹാദേവനെ കണ്ടു എന്നാണ് പറയുന്നത്. സന്ധ്യാസമയത്തുള്ള മേഘത്തെ പോലെ കണ്ടു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ശിരസിൽ അദ്ദേഹം ചന്ദ്രക്കല ചൂടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയും. ചന്ദ്രകലാധരനായിട്ടാണ് മഹാദേവനെ ദേവന്മാർ ദർശിച്ചത് എന്ന് പറയും. മഹാദേവൻ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് 37ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഉപവിഷ്ടം ദർഭമയ്യാം ഭൃത്സ്യാം ബ്രഹ്മസനാതനം നാരദായ പ്രവോചന്തം പൃച്ഛതേ ശൃണ്വതാം സതാം. നാരദ മഹർഷി അവിടെ ഉണ്ടായിരുന്നു. ദേവർഷിയായിട്ടുള്ള നാരദ മഹർഷിയോട് ബ്രഹ്മസനാതനം, പരമമായിട്ടുള്ള ബ്രഹ്മത്തിനെ കുറിച്ച്, ഭഗവാനെ കുറിച്ച്, ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച്, വാസുദേവനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ മഹത്വങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു മഹാദേവൻ നാരദ മുനിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പം ലോകത്തിന്റെ മുഴുവൻ ഗുരുവാണ് മഹാദേവൻ. ആ മഹാദേവൻ നാരദ മഹർഷിക്ക് ഭഗവാനെ കുറിച്ചുള്ള തത്വങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ നാരദ മഹർഷിയും മഹാദേവനും മഹാജനങ്ങളാണ്. ഭഗവാനെ കുറിച്ചുള്ള തത്വങ്ങൾ അറിയുന്ന മഹാജനങ്ങളാണ്. അവര് ഭഗവാനെ കുറിച്ചുള്ള രഹസ്യമായിട്ടുള്ള തത്വങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. ഉന്നതരായിട്ടുള്ള ഭക്തന്മാർ എന്താണ് ചെയ്യുക എന്ന്
ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. കഥേന്തശ്ച മാം നിത്യം തുഷ്യന്തീചാരമന്തിച്ച എന്ന് പറയും. അവർ ഭഗവാനെ കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. യോഗയുടെ പരിപൂർണത എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള ചർച്ച ചെയ്യുക, അല്ലാതെ എന്തെങ്കിലും സിദ്ധി കാണിച്ച് ജനങ്ങളുടെ മുന്നിൽ സിദ്ധി കാണിച്ച് അവരെ പറ്റിക്കുകയല്ല, അല്ലെങ്കിൽ ഞാൻ ഈശ്വരന്റെ അവതാരമാണെന്ന് പറയുകയല്ല ഉയർന്ന യോഗികൾ ചെയ്യുന്നത്. ഭഗവാനെ കുറിച്ച് സംസാരിച്ച് ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്ത് അവർ സന്തോഷം അനുഭവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം. ശുണ്ണതാം സുഖതാം കൃഷ്ണ, കൃഷ്ണനെ കുറിച്ചാണ് അവർ കേൾക്കുകയും പറയുകയും ചെയ്യുന്നത് എന്ന് ഭാഗവതത്തിലും പറയുന്നുണ്ട്. അതേപോലെ മഹാദേവൻ നാരദമുനിയോട് ഭഗവാനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു, ഭഗവാന്റെ ലീലകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അവരുടെ വിഷയം യഥാർത്ഥത്തിൽ ഭക്തിയായിരുന്നു എന്ന് പറയും. ഭക്തിയെക്കുറിച്ചാണ് നാരദ മഹർഷിയും മഹാദേവനും തമ്മിൽ സംസാരിച്ചിരുന്നത്, അല്ലെങ്കിൽ മഹാദേവൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് എന്ന് പറയും. 38ാമത്തെ ശ്ലോകത്തിൽ മഹാദേവന്റെ ഇരിപ്പിന്റെ പ്രത്യേകത പറയുന്നത്, ഒരു പ്രത്യേക ആസനത്തിലാണ്, വീരാസനം എന്ന് പറയുന്ന ആസനത്തിലാണ് മഹാദേവൻ ഇരുന്നിരുന്നത് എന്ന് പറയും. മഹാദേവന്റെ ഇരിപ്പിന്റെ പൊസിഷൻ വീരാസനമായിരുന്നു എന്ന് പറയും. അതായത് ഇടതുകാലെടുത്ത് വലതുകാലിന്റെ തുടയിൽ വെച്ചുകൊണ്ട് ഇടതുകരം കാൽമുട്ടിൽ വെച്ചുകൊണ്ടുള്ള ഇരിപ്പ്, അങ്ങനെ ഇരിക്കുന്നതിനെയാണ് വീരാസനം എന്ന് പറയുന്നത്. ഒരു കാല് മാത്രം താഴോട്ട് വെച്ച് ഇരിക്കുന്നു. അത് അഷ്ടാംഗ യോഗത്തിലെ ആസനങ്ങളിൽ ഒരു പ്രത്യേക ആസനമാണെന്ന് പറയുന്നുണ്ട്. അഷ്ടാംഗ യോഗ ആസനം എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് ഒരു പ്രത്യേക ഒരു ഘടകമാണ്. 8 പദ്ധതികളിൽ ഒരു പദ്ധതിയാണ് എങ്ങനെയാണ് യോഗയ്ക്ക് വേണ്ടി ഇരിക്കുക എന്നുള്ളത്. യമം, നിയമം, ആസനം. അതിൽ ഒരു പ്രത്യേക ആസനമാണ് വീരാസനം എന്ന് പറയുന്നത്. ആ വീരാസനത്തിലായിരുന്നു മഹാദേവൻ ഇരുന്നിരുന്നത് എന്ന് പറയും. മാത്രമല്ല അദ്ദേഹം തർക്കമുദ്രയും കാണിച്ചിരുന്നു എന്ന് പറയും. എന്തെങ്കിലും കാര്യം നമ്മൾ ഉറപ്പിച്ചു പറയുന്ന സമയത്ത് തർക്കമുദ്ര കാണിക്കും. ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നതിനെയാണ് തർക്കമുദ്ര എന്ന് പറയുന്നത്. കാര്യങ്ങൾ വ്യക്തമായി ദൃഢമായി ഉറപ്പിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ തർക്കമുദ്ര കാണിക്കും. ആ തർക്കമുദ്ര കാണിച്ചുകൊണ്ട് മഹാദേവൻ ഭഗവാനെ കുറിച്ച് വീരാസനത്തിൽ ഇരുന്നു കൊണ്ട് നാരദ മഹർഷിയോട് സംസാരിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആ സമയത്താണ് ബ്രഹ്മാവും മറ്റു ദേവന്മാരും മഹാദേവനെ സങ്കടമുണർത്തിക്കാൻ വേണ്ടി മഹാദേവന്റെ സമീപത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ ബ്രഹ്മാവിനെ കണ്ട സമയത്ത് മഹാദേവൻ എങ്ങനെയാണ് സ്വീകരിച്ചത്, ബ്രഹ്മാവ് എന്തെല്ലാമാണ് മഹാദേവനോട് സംസാരിച്ചത് എന്നെല്ലാം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ നമുക്ക് നാമം ജപിക്കാം. ഹരേ കൃഷ്ണ.